ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന സപ്ലിമെൻറ്റിൽ ഒന്നാണ് ഈ മീൻ ഗുളിക അല്ലെങ്കിൽ മീൻ എണ്ണ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്യാപ്സൂൾ എപ്പോഴാണ് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വന്നു. പണ്ട് കുട്ടികൾക്കൊക്കെ വൈറ്റമിൻ ഡി കുറഞ്ഞ് റിക്കറ്റ്സ് എന്നുള്ള അസുഖം ഉണ്ടാവും. നട്ടലൊക്കെ വളഞ്ഞൊരു അസുഖമാണ്, വളരെ ഡേഞ്ചറസ് ആണ്. അപ്പോൾ ഈ ആളുകൾക്ക് വെയിൽ കിട്ടാത്തതുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം ഉണ്ടായത്. അപ്പോൾ അവർ ഫിഷിൽ നിന്ന് ഈ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്ത് കുട്ടികൾക്ക് കൊടുത്തപ്പം ഈ ഒരു റിക്കറ്റ്സ് എന്നുള്ള അസുഖം പൂർണ്ണമായിട്ടും പ്രിവെൻറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. അങ്ങനെയാണ് ഇത് വളരെ പ്രാബല്യമാക്കിയത്. ഇതിന് പല ഗുണങ്ങളും കണ്ടു. വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ ഡി ഉണ്ട്, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അങ്ങനെ 1900 മുതൽ തന്നെ ഈ ഫിഷ് ഓയിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ 2 ടാബ്ലറ്റ് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ എത്തുന്ന ഫാറ്റ് എന്ന് പറഞ്ഞാൽ 2 ഗ്രാമാണ്. ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റ്സ് 0 ആണ്, അതുപോലെ ഷുഗർ 0 ആണ്, കാലറി എന്ന് പറഞ്ഞാൽ 25 കാലറി മാത്രമാണ്. ഇപ്പോൾ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് മത്സ്യത്തിൻ്റെ ഓയിൽ തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് മത്സ്യം കഴിച്ചാലും ഇതേ ഗുണത്തിൽ കിട്ടും. ഇനി ഇതെങ്ങനെയാണ് അവൈലബിൾ? ക്യാപ്സൂൾ രൂപത്തിൽ അവൈലബിൾ ആണ്, അതുപോലെ ഓയിലായിട്ടും അവൈലബിൾ ആണ്. ഞങ്ങൾ ആദ്യം പറയട്ടെ, മത്തി, അയില, നെത്തോലി, ചൂര, അതുപോലെ നെയ്മീൻ പോലുള്ള മീനുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് മതി കേട്ടോ. വെജിറ്റേറിയൻസ് ആണെങ്കിൽ നട്ട്സോ അല്ലെങ്കിൽ സീഡ്സോ കഴിക്കുവാണെങ്കിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് കിട്ടും. ഇനി ഇതൊന്നും കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ മീൻ ഗുളികകൾ കഴിക്കേണ്ടത്.